എപ്പോഴെങ്കിലും ഒക്കെ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ടോ? കിടക്കേണ്ടി വന്നിട്ടുണ്ട്, ഒത്തിരി നാൾ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. മോനും അത് തന്നെയായിരുന്നു. അപ്പൊ ഈ എല്ലാ ദിവസവും ഈ പറയുന്ന പോലെ ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അന്ന് എനിക്കായിരുന്നില്ല. അപ്പോ വീട്ടിലെ സ്ഥിരം കറി എന്ന് പറഞ്ഞ ചോറും ഉരുളക്കിഴങ്ങിന്റെ ഫ്രൈ ആയിരുന്നു. അപ്പൊ അത് സ്ഥിരം ഇത് തന്നെയായിരുന്നു. അപ്പൊ മോന് കൊടുത്തുവിടുന്നത് ഇത് തന്നെയാണ് കൊടുത്തുവിടുന്നത്. അപ്പൊ അവിടുത്തെ സാറിന് അറിയാം വീട്ടിലെ സാഹചര്യം എന്നാണ് അവന്റെ സാറിന് അറിയാമായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ചോറിന്ന് കറിയൊക്കെ ആയിട്ട് ഇവനെ കൊടുക്കുമായിരുന്നു. അപ്പൊ ഞാൻ മിക്കവാറും ചോറ് കൊണ്ടുപോയെങ്കിൽ നമ്മൾ അവിടെ നിന്ന് തന്നെ കൂടെ സഹപ്രവർത്തകരുടെ കൂടെ നിന്നൊക്കെ കറിയൊക്കെ എടുത്ത് നമ്മൾ കഴിച്ച് അങ്ങനെ നിൽക്കുമായിരുന്നു. ഒത്തിരി ദിവസം പെട്ടു, എന്താ പറയാ, പട്ടിണിയൊക്കെ കിടന്നിട്ടുണ്ട്. മോനെ വളർത്താനും ബുദ്ധിമുട്ടി. അപ്പോഴും ആരുടെയും നേരെ കൈ നീട്ടിയില്ല? കൈ നീട്ടാനൊന്നും ആരുമില്ല. ആ സമയത്തൊന്നും കൈ നീട്ടാൻ ആരും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിലും ആനയുടെ സ്വഭാവം അനുസരിച്ച് കൈ നീട്ടാൻ സാധ്യതയില്ല. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.